എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്ന് ദിവസത്തിലുപരി കഴിഞ്ഞ ഒരു വർഷം നമ്മളെ കാത്ത് പരിപാലിച്ച് ഈ ഒരു പുതുവർഷത്തിലെ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നല്ലേ. 2-3 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്, നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ ഇത്തിരി ബിസിയായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലായിരുന്നു മീറ്റിംഗ്, ആണ് ഓൺലൈൻ പ്രെയർ. നമുക്ക് ഈ ന്യൂ ഇയറിൻ്റെ തലേന്ന് 31 ഓൺലൈൻ പ്രെയർ ഉണ്ടായി. അപ്പം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. തിങ്കളാഴ്ച രാത്രിയുള്ള നമ്മുടെ ഇവിടെ വെക്കുന്നതെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു. അന്നേരം നമ്മൾ ഈ സൺഡേ മീറ്റിങ്ങിന് പോകത്തില്ലേ, അപ്പോൾ അവിടെ കാത്തലിക്കരുടെ ഇതാണ്. അപ്പോൾ അവിടെ ഫുൾ അന്ന് പ്രോഗ്രാമിന് നമുക്ക് ഹോള് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ, അന്തേരി ഏരിയയിൽ, ഞങ്ങളുടെ ഈ ഏരിയയിലാണ് ആൾക്കാർ കൂടുതലും. അപ്പോൾ ഇവിടെ ആകുമ്പം അവർക്കൊക്കെ വരാനും സൗകര്യം, ബാക്കിയുള്ളവർക്കൊക്കെ വണ്ടിയുണ്ട്. അപ്പോൾ അവർക്ക് വരുന്നതിന് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ അപ്പച്ചനും പ്രായമല്ലേ, രാത്രി പോകാൻ ബുദ്ധിമുട്ടാന്ന്, അതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. പിന്നെ നമ്മൾ റൂം അവിടെ ഉള്ള ടേബിളും എല്ലാം ഇങ്ങെടുത്തോണ്ട് വന്ന് ഇവിടെ വെച്ച് ചപ്പൽ സ്റ്റാൻഡൊക്കെ താഴെ കൊണ്ടുവച്ച് ആ സ്റ്റെപ്പിൻ്റെ താഴെ അങ്ങനെയൊക്കെ. പക്ഷേ ഇരിക്കാൻ എല്ലാവർക്കും കൂടെ ഒതുക്കി വെച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു, ഇരിക്കായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ആക്കിയത്. അപ്പോൾ ഞാനും റീച്ചാനും തമ്മിൽ വഴക്കൂടാൻ പറയാൻ തർക്കം. അപ്പോൾ വരുന്നവർക്ക് എന്തെങ്കിലും ഫുഡ്, ഒത്തിരി പേരില്ലായിരുന്നു. ഞങ്ങളെ കൂടെ കൂട്ടി ഒരു 20 പേരെന്ന് കൂട്ടിക്കും. അത്രയുമാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. അതിൽ 2-3 പേര് വരാതെ ഇരുന്നു. റീച്ച പറഞ്ഞു വെളിയിൽ നിന്ന് നമുക്ക് ബിരിയാണി വാങ്ങിക്കാം. എൻ്റെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാം. റീച്ച വേണ്ട വേണ്ട വേണ്ട, ഞാൻ എഗ്രി ചെയ്യത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നിൻ്റെ ബാക്കിന് അതൊക്കെ ഞാനല്ലേ കാണുന്ന. ഞാൻ പറഞ്ഞു റീച്ചാൽ എന്തോ വേണം, ഞാനല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മിച്ചർ മിണ്ടാതെ ഇരുന്ന്. കാരണം റീച്ചാൻ എഗ്രി ചെയ്യുന്നേ ഇല്ല ഞാൻ ഉണ്ടാക്കാനായിട്ട്. ഞാൻ അപ്പവും ചിക്കൻ കുറുമ ഉണ്ടാക്കാമെന്നാണ് ചിന്തിച്ചത്. നമ്മൾ ഇത്രയും പേർക്കത്തിൽ. പിന്നെ നമുക്ക് പണ്ടൊക്കെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇത് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ റീച്ചൻ പറഞ്ഞത് കാര്യം എൻ്റെ ഇതുകൊണ്ടാണ് റീച്ചൻ പറഞ്ഞത്. പക്ഷേ എനിക്കതിനോടൊരു ഇതായിരുന്നു ഞാൻ ചെയ്യാന്നുള്ളതിൽ. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പിണങ്ങിയൊക്കെ ഇച്ചിരി ഇരുന്നാണ് പറഞ്ഞാൽ എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്യാമെന്ന് വെച്ചു. എല്ലാം ദൈവത്തിൻ്റെ സഹായത്താൽ എല്ലാം നന്നായി ചെയ്യാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നടുവിന് പ്രയാസം ഇല്ലെന്നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. എനിക്കതിൽ സന്തോഷമായിരുന്നു. എല്ലാവരും വന്നു, എല്ലാവർക്കും കൊടുത്ത് കഴിച്ചു. നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. പിന്നെ അന്നേരം അവിടുന്ന് വന്നതിൽ ഒരു അമ്മാവ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നു. നല്ല അടിപൊളി. ഞാൻ നാട്ടിൽ പണ്ട് കല്യാണത്തിനൊക്കെ നമുക്ക് ഈ സ്റ്റാർട്ടറായിട്ട് തരുന്നത്, ക്രിസ്ത്യൻ കല്യാണത്തിന് ബീഫ് കട്ട്ലേറ്റും ഈ സവാളയൊക്കെ ഇട്ട് സലാസ് എന്ന് പറയും, നമ്മൾ സലാഡെന്ന് പറയും, ചിലർ സലാസ് എന്ന്, അങ്ങനെയുള്ളതായിരുന്നു. അതേ ടേസ്റ്റ് ആയിരുന്നു. ഇവിടെയൊക്കെ കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റില്ല, ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്. കട്ട്ലേറ്റ് കിട്ടത്തില്ല, നല്ല കിട്ടും. പക്ഷേ ഇവിടുത്തെ ആ ഒരു മസാലയും ഇതെന്ന് പറയുന്നത് നമ്മുടെ കേരള ടച്ച് തന്നെ. ഞാനങ്ങനെ ഇവിടുത്തെ കട്ട്ലേറ്റ് അങ്ങനെ എനിക്ക് ഇഷ്ടേ അല്ല. പക്ഷേ ഇത് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഞാനെല്ലാം വിളമ്പാൻ നിന്നിട്ട് ഞാൻ ഇവന്മാരെല്ലാം വീണ്ടും ചോദിച്ചോണ്ടേ ഞാനൊരു 2-3 മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ മണം കേട്ടപ്പോഴേ എനിക്ക് വന്നപ്പോഴേ മനസ്സിലായി നാട്ടിലത്തെ സെയിം ടേസ്റ്റ്. അങ്ങനെ ഞാൻ മാറ്റി വെച്ച്. എന്തൊരു നല്ല ടേസ്റ്റായിരുന്നു. അമ്മാവടുത്ത് ചോദിച്ചിട്ട് റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാമേ. പിന്നെ ഒരാൾ ഈ കേക്ക് കൊണ്ടുവന്നു. അപ്പം എല്ലാം ഭംഗിയായിട്ട് ദൈവം നടത്തി തന്നു. അതിൻ്റെ റെസിപ്പി, ആ ചിക്കൻ കുറുമ ഇപ്പം ആർക്കെങ്കിലും സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണും. ഇപ്പോൾ ഒരു 25 പേർക്ക് ഇത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു അബദ്ധം എന്ന് പറയാൻ, ഞാൻ ഈ നമ്മുടെ വെള്ളയപ്പം ഉണ്ടല്ലേ, അതുപോലെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഞാനില്ലേ പാലപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി കുറേ സമയം എനിക്കങ്ങ് പോയി. പക്ഷേ മറ്റേതാകുമ്പോൾ നമുക്ക് അത്രയും സമയം എടുക്കത്തില്ല. അതെടുത്താൽ മതിയായിരുന്നു. അവരും പറഞ്ഞായിരുന്നു അത് ചെയ്താൽ പോരായിരുന്നോ വിജയിന്ന്. പക്ഷേ ഇത്ര ഇങ്ങോട്ടൊരു മൂള എനിക്ക് പോയില്ല. ഇതുകൊണ്ട് തന്നെ ഈ അപ്പം ഞാൻ കാണിക്കാം. ഈ അപ്പത്തിനൊരു എനിക്ക് എനിക്കിങ്ങനെ മൊരിയുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇതങ്ങ്
ഞാൻ മുരിച്ചതല്ല, അങ്ങ് മുരിഞ്ഞു പോയി. നടു നല്ല സോഫ്റ്റ് ആയിരുന്നു, സൈഡ് മുരിയുന്നത് എനിക്കിഷ്ടമല്ല, സോഫ്റ്റായിട്ടിരിക്കുന്നതാണ്. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങളത് ഓവനി എത്ര അങ്ങോട്ട് ചൂടാവത്തേ ഉള്ളൂ. പക്ഷേ ഇഡലി പാത്രത്തിൽ വെച്ച് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുത്തോടെ നല്ല സോഫ്റ്റ് പഞ്ഞ സൈഡെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നായിരുന്നു. അപ്പം നിങ്ങൾ റെസിപ്പിയൊക്കെ കാണൂ, ചിലർക്കൊക്കെ പ്രയോജനമാവുമല്ലേ, ഇങ്ങനെ വല്ല പ്രെയറോ ഫങ്ഷനോ വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഓക്കെ. അപ്പോൾ അന്ന് രാവിലെ പിന്നെ പ്രൈസിന് സ്കൂളിൽ പോകണമായിരുന്നു, അവൻ എക്സാം നടക്കുമല്ലേ. അപ്പോൾ രാവിലെ പാസ്ത ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പാസ്ത ഉണ്ടാക്കുന്നത്. പിന്നെ ചായ വെച്ചു, പാല് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ അവിടെ ഒരു അടപ്പിരിക്കുന്ന കണ്ടോ, അതൊക്കെ ഇന്നലെ ഞാൻ കഴുകി വെച്ചാൽ. എനിക്ക് കറി വെക്കണമെങ്കിൽ വലിയ ഉരുളി എടുക്കണം, മറ്റേതെൻ്റെ ചെറുതല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ ഇച്ചിരി സൗകര്യം കുറവല്ലേ ഇതൊക്കെ എടുത്ത് വെക്കാനൊക്കെ. അതുകൊണ്ട് ഞാനത് ആ ഉരുളി എടുത്ത് ആ ഗ്യാസിൻ്റെ അവിടോട്ട്, ഉരുളി ഞാൻ കൊണ്ട് ബാൽക്കണിയിൽ വെച്ച് കഴുകി. ഇതിൻ്റെ അടപ്പ് ഞാനിവിടെ ഇങ്ങനെ ചാരി വെച്ചേക്കുക. പിന്നെ ഇന്നലെ രാത്രിയിലെ ഗ്ലാസ്സുകൾ അങ്ങനെയുള്ള ഞങ്ങൾ പിന്നെ പേപ്പർ പ്ലേറ്റാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഞാൻ ചിന്തിച്ച് 10-20 പേരുണ്ടെങ്കിൽ അത്രയും പ്ലേറ്റ് കഴുകണ്ടെന്നും പറഞ്ഞ് ഞാൻ പ്ലേറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പക്ഷേ പേപ്പർ പ്ലേറ്റാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് പ്ലേറ്റ് കഴുകിയില്ല. ബാക്കി ഗ്ലാസ്സുകളും അങ്ങനെയുള്ള ജഗ്ഗുകളും വെള്ളമൊക്കെ എടുത്ത് വെക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച്, കറിയൊക്കെ വിളമ്പാനുള്ള, അപ്പം എടുത്ത് കൊടുക്കാനുള്ള അങ്ങനെയുള്ള ഇവിടെ പാത്രങ്ങളൊക്കെ ശരിക്കും ഉണ്ടല്ല, ഇങ്ങനെ ഷോക്കേസിലോടെ ഇവിടെയൊക്കെ നമ്മൾ വെച്ചേക്കുക. അപ്പോൾ ആവശ്യമുള്ളപ്പം ഇങ്ങനെ എന്തോത്തിനേലും എടുത്താൽ മതിയല്ലേ. പിന്നെ ബക്കറ്റിലും അങ്ങനെയൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ ഒരു ഇച്ചിരി കൂടെ സൗകര്യം ദൈവം തന്നായിരുന്നെങ്കിൽ, ഒരു റൂമൂടുള്ള ഒരു ഇത് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് അത്രയും ഹോളിലും അത്രയും കൺജസ്റ്റഡ് ആയിട്ട് കട്ടിലൊന്നും ഇടണ്ട, എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ഇച്ചിരി സൗകര്യം കൂടെ ആണെങ്കിൽ അത്രയും ഒരു ഉപകാരം. ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഉള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടനെ മറുപടി കിട്ടണമെന്നില്ലല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിനൊരു സമയമുള്ളപ്പം എല്ലാം തക്ക സമയത്ത് നടത്തിത്തരും. പക്ഷേ ഇന്നത്തെ എൻ്റെ ഈ ഗഡുബടിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ ഞാൻ ചിന്തിച്ച് ഇപ്പോൾ ഇത്തിരി തണുപ്പ് സമയമല്ലേ, അതുകൊണ്ട് ഒരു പ്രൈസനെ വിട്ടൊരു 6:30 ആയപ്പോൾ തൊട്ട് ഞാൻ അരി അങ്ങ് അരയ്ക്കാമെന്ന് വെച്ച്. ആ സമയം ഞാൻ സാധാരണ ഈ കുക്കറിൽ വിസിൽ വന്നാൽ പ്രഷർ കുറച്ച് തുറന്നു വിടും, എന്നിട്ട് ആ പ്രഷർ മൊത്തം തുറന്നു വിട്ടിട്ട് ആ ചൂടിലാണ് ഇരിക്കുന്നത്. ഇന്നാണെങ്കിൽ പ്രഷർ ഇത്തിരി തുറന്നു വിടാൻ വിട്ടുപോയി, കുറച്ച് കഴിഞ്ഞാൽ പ്രഷർ തുറന്നു വിട്ടെ, അപ്പോഴത്തേക്കിന് ഇച്ചിരി അങ്ങ് വെന്ത്. അന്ന് ഇവന്മാർക്ക് രണ്ടിനും അതിഷ്ടമായില്ല. കാരണം ഒരിച്ചിരി കുഴഞ്ഞതുപോലെ പ്രൈസം വന്ന് പറയുക സ്കൂളിൽ നിന്ന് വന്നിട്ട്, മമ്മി എന്നും ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ഇന്നുണ്ടാക്കിയത്, ഇന്നൊരു വേറെ ടൈപ്പ്. ഇന്ന് കാരണം ധൃതി വെച്ച് ഇതൊക്കെ ചെയ്യേണ്ടതായതുകൊണ്ട് എൻ്റെ മൈൻഡെല്ലാം വേറെ ആയിപ്പോയി. ഞാനേ ഒരു 3.5 കിലോ ചിക്കൻ, 1 കിലോ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നിറയെ 2 പേർക്ക് മുട്ടക്കറി വേണം. അപ്പോൾ അതിനോടുള്ള ഉരുളൻകിഴങ്ങ്, ഇതിൽ മുട്ട ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇവർക്ക് ഞാൻ ഇതങ്ങ് ഉണ്ടാക്കുക. എല്ലാം കൂടെ ഒന്ന് ഒരു വിസിലടിച്ചെടുക്കാം. അപ്പം മാവ് ഞാനിങ്ങനെ ഒരു സ്റ്റീൽ ചരുവത്തിൽ പിന്നെ വേറൊരു ചരുവത്തിലൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് അരയ്ക്കണ്ട, ഞാൻ ചിന്തിച്ച് തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് പുളിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് അരച്ച് വെച്ചതാണ്. തൊലിയോട് കൂടി ഒരു 1.5 കിലോ സവാള, വെറും പൊട്ട് സവാള, അതുകൊണ്ടേ നമ്മൾ വയറ്റ് ഒട്ടും കാണത്തില്ല, വെള്ളം സവാളയാണ്. ഇതൊന്നിനി കീറി വെള്ളത്തിൽ ഇച്ചിരി ഇടട്ടെ. ഇവിടെ പുളിക്കുന്നതിനങ്ങ് കറയാണ് വരുന്നത്, കറ. ഞാനേ മാവിൻ്റെ കണക്ക് പറയാൻ ഞാൻ ഒന്നും വീഡിയോ ഞാൻ തന്നല്ലേ, വേറൊരാൾ എടുക്കാനും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇത്രയെങ്കിലും ഞാൻ എടുത്തില്ലേ. മാവിൻ്റെ ഒന്നും അരി അരയ്ക്കുന്ന മെഷർമെൻ്റ് ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. ഞാൻ ഒരു 2 കിലോ പച്ചരി എടുത്ത്, അതിൻ്റെ അകത്ത് 2 കിലോ പച്ചരി എന്ന് പറഞ്ഞാൽ 8 ഗ്ലാസ് പിന്നെ
നിങ്ങൾ അളന്ന് നോക്കണേ. ഞാനിപ്പോൾ നമ്മൾ 250 ml അതിന് 8 അല്ലെങ്കിൽ കപ്പാണെങ്കിൽ 8 കപ്പ് പച്ചരിക്ക്, പിന്നെ 4 കപ്പ് തേങ്ങ, 3 കപ്പ് വെള്ള അവൽ ഞാൻ എടുത്തായിരുന്നു, പിന്നെ 1 കപ്പ് ചോറ്. പിന്നെ നേരത്തെ എനിക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി ഞാനൊരു കുറച്ച് തേങ്ങാ വെള്ളത്തിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് ഞാൻ ഒരു പ്രാവശ്യം വെളിയിൽ വെച്ചിട്ട് ഇന്നാൾ ചെയ്തതുപോലെ വെച്ചായിരുന്നു. അത് അങ്ങ് ഒഴിച്ച് കിച്ചണിയുള്ളായിരുന്നു, ഒരു അര ഗ്ലാസ് പോലും ഇല്ലായിരുന്നു. അതുകൂടെ ഒഴിച്ചാണ് ഞാൻ അരച്ചത്. പിന്നെ ഞാൻ ഈസ്റ്റ് 1 ടീസ്പൂണേ ചേർത്തുള്ളൂ. ഞാൻ ചിന്തിച്ച് ആദ്യം ഇത്രയും അരച്ചിട്ട് പുളിച്ചില്ല എങ്കിൽ പിന്നെ ചേർക്കാന്നുള്ള രീതിയാണ്. പക്ഷെ അത് കുറച്ച് നേരം ആയപ്പോഴത്തേക്കിന് അങ്ങ് പുളിച്ചുകൊണ്ടേ പിന്നെ അന്നേരം അമ്മയുടെ ഫോൺ വന്നുകൊണ്ടേ അമ്മ പറഞ്ഞു, മക്കളെ അങ്ങനെ പുളിച്ച് തൂക്കരുത്, നീ ഒരു കാര്യം ചെയ്യും, വെള്ളത്തിൽ ഇറക്കി വെക്കാം. പിന്നെ ഞാൻ എന്തോ ചെയ്തെന്നോ, ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറേ വെള്ളം വെച്ചിട്ട് അതങ്ങ് ഐസായിരുന്നു. പിന്നെ അതിൽ തണുത്ത്, അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പുളിയുടെ ടേസ്റ്റ് ഇല്ലായിരുന്നു. മാവ് അങ്ങനെ പൊങ്ങിയാലും പുളിയുടെ ഇതിലായിരുന്നു. പിന്നെ ഞാൻ ഐസ് വെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്നു കലം. എന്നിട്ട് ഞാൻ പഞ്ചസാര ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട്, ഇത്രയുമാണ് ചേർത്തത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പം നല്ല നിങ്ങൾ വീഡിയോ കാണേ, പക്ഷെ സൈഡ് ഇച്ചിരി മൊരിഞ്ഞു പോയി. എനിക്ക് ആ മൊരിയുന്ന അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇത്രയുമാണ് മെഷർമെൻറ്റ്. ഞാൻ അന്നേരം റേച്ചാൻ ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ കയ്യിൽ പണ്ട് ഞാനിങ്ങനെ ഒരു ഓർഡർ എടുത്ത സമയത്ത് ഞാനൊരു കുഞ്ഞ് ഗ്യാസ് കുറ്റി വാങ്ങിച്ചായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ അടുപ്പ്, അതിൻ്റെ അകത്തേ എനിക്ക് വലിയ ഉരുളി വെക്കാനൊക്കത്തുള്ളൂ. ഈ അടുപ്പിൽ വെച്ചാൽ അതിൻ്റെ മൂട്ടിലൊന്നും തീ കയറത്തില്ല, എല്ലാ സ്ഥലത്തൂടെ ആവത്തില്ല. അപ്പം ഞാൻ ചെറിയ ഉരുളിക്കകത്ത് ഞാൻ ചിന്തിച്ചങ്ങ് ഉള്ളി അങ്ങ് വയട്ടാന്ന്. പിന്നെ ഗതി കെട്ട് ഞാൻ പിന്നെ എന്നാൽ ഗ്യാസേ വെച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഒരു രക്ഷയില്ല, അതങ്ങോട്ട് ചൂടാവുന്ന ആ ഉരുളി തന്നെ അത്രയ്ക്ക് വെയിറ്റാണ്. അപ്പം നമ്മൾ ആ ഗ്യാസ് പിന്നെ പോളിനോട് പറഞ്ഞ്, പിന്നെ പപ്പാടുത്ത് ചോദിച്ച് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അത് പിന്നെ അതിൻ്റെ അകത്ത് ഞങ്ങൾ വെക്കുമായിരുന്നു. ഇപ്പം ഞാൻ ചെറിയ ഉരുളി വെച്ചിട്ട് അതിച്ച് ഓയിലൊഴിച്ച് ആ കറിവേപ്പില ഒന്ന് കഴുകിയതായിരുന്നു, അതങ്ങ് പടപട പൊട്ടിത്തെറിച്ചത്. പിന്നെ ഞാനൊരു ഇതുപോലെ വലുതും ചെറുതുമായിട്ട് 3 ബേ ലീഫ്, 3 ഏലക്ക, ആദ്യം 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തായിരുന്നേ. എന്നിട്ടാണ് ഇതിട്ടത്. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് പൊട്ടുള്ളിയാന്ന്. ഉള്ളി ഇവിടെ ഞാൻ പൊളിച്ച്, പിന്നെ കണ്ണൊക്കെ നീറി അവന് പിന്നെ ഞാൻ കണ്ണാടി എടുത്ത് കൊടുത്ത്. ഭയങ്കര എരിവുള്ള, ഞാൻ അതാ കീറി വെള്ളത്തിൽ ഇട്ടത്, കാരണം അതിൽ നിന്ന് കറ ഇളകുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആ സവാള ഇട്ട് ഒരു 20 പച്ചമുളക്, ഇത് എരിവുള്ള പച്ചമുളക്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തേ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. ഇവൻ റൈസനും ആ സമയത്ത് വന്നായിരുന്നു. പിന്നെ അവന്മാരുടെ പുറകേലൊക്കെ ഒന്ന് പോയി ആഹാരമൊക്കെ കൊടുക്കാൻ പോയപ്പോഴേക്കും അതങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ വയറ്റി ഇടുമായിരുന്നു. അപ്പം ഞാൻ ഇതുപോലുള്ളൊരു 8 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇപ്പം നന്നായി, അത്രയും ഉള്ളി വയറ്റിയിട്ട് ഇത്രയുമാണ് കിട്ടിയത്. അപ്പം ഞാൻ ആ ബേ ലീഫൊക്കെ എടുക്കുന്നുണ്ട്. ഞാനൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിൽ മുക്കി എടുത്താണ് ബേ ലീഫ്. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇലയ്ക്കകത്ത് കുറച്ച് ഉള്ളിയൊക്കെ കാണുമല്ലേ, അതങ്ങ് പോട്ടെ, കളയാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി തരവില്ല. ഞാൻ ആ ഉള്ളിയും കൂടെ പോണ്ടെന്നും പറഞ്ഞാൽ, ഇലയ്ക്കകത്തുള്ള ഉള്ളിയും കൂടെ പോണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഈ വെള്ളത്തിലിങ്ങനെ ഇട്ട് മുക്കിയിട്ട് മാറ്റുന്നത്. എന്തെന്നാലും നമുക്ക് വെള്ളം ലാസ്റ്റ് വേണമല്ലേ, അന്നേരം ഈ വെള്ളം ഒഴിക്കാമെന്നും പറഞ്ഞ്. ഇതിലോട്ടിനി ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇത് ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഈ ടൊമാറ്റോയ്ക്ക് തൊലിക്കെട്ടി ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും. ഞാനൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 9 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ ഗരം മസാല,
ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് പിന്നെ നോക്കട്ടെ. ഞാനൊരു 3 കുടം വെളുത്തുള്ളിയും ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി പേസ്റ്റും ഞാൻ വഴറ്റി ചേർത്തായിരുന്നേ. അപ്പം ചിക്കനൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്റ്റാൻഡ് ഇവിടെങ്ങും വെക്കാൻ പോലും സ്ഥലമില്ല. ഗ്യാസ് അതിൻ്റെ ഇപ്പുറത്താണ് ഞാൻ വലിയ ആ സ്റ്റൗ അടുപ്പെടുത്ത് വെച്ചിട്ട് ആ ഉരുളി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്നും സ്റ്റാൻഡ് വയ്ക്കാനില്ല, ആരും ഒന്നും വന്ന് എടുത്തു തരാനും ഇല്ലല്ലേ. അപ്പം മോന് എക്സാം വരുമല്ലേ, അപ്പോൾ ഞാൻ ചിന്തിച്ച് അവനെ ബുദ്ധിമുട്ടിക്കേണ്ട, അവൻ പഠിച്ചോട്ടെന്ന്. അപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഞാൻ കയ്യിൽ ഇങ്ങനെ മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ അപ്പച്ചട്ടി 2 എണ്ണം വെച്ച് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് തണുക്കാനായിട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് അതേ ഞാൻ എടുക്കത്തുള്ളൂ. അല്ലാതെ വിശദമായിട്ടൊന്നും ഞാൻ ഈ എടുക്കുന്നതും ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. തണുക്കാനൊന്നും വെച്ചിട്ടുണ്ടേ. അന്നേരം ഞാൻ ആ സ്റ്റൗ എടുത്ത് ഇങ്ങോട്ട് പോളിനെയും കൊണ്ട് പറയിപ്പിച്ച് അവൻ എനിക്ക് കത്തിച്ച് തന്നു. പിന്നെ ഞാനത് ഉരുളി വെച്ചിട്ട് ആ മസാല ആദ്യം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ചിക്കൻ കൊണ്ട് എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ സ്റ്റൗവിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടല്ലേ. എനിക്ക് ഈ സ്റ്റൗ ഇവിടെ ഓണാക്കി വെച്ചിട്ട് അപ്പുറത്ത് ഗ്യാസ് കൂടെ ഓണാക്കാൻ എനിക്കൊരു പേടിയുണ്ട്. രണ്ടും കൂടെ ചാലും ഓണാക്കി വെച്ചാൽ വല്ല കുഴപ്പം വരുമോ എന്നൊക്കെ. പോകുമ്പോൾ പറയും, മമ്മി ജനലെല്ലാം തുറന്നു കിടന്നു. എന്നിട്ട് ചൂട് കാരണം ഭയങ്കര ചൂടും ഇതിൻ്റെ എല്ലാം കൂടെ. എക്സോസിൻ്റെ സൗണ്ടും ഈ സൗണ്ടും കൂടെ നല്ല രസമായിരുന്നു. ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞപ്പം ഞാൻ ആ 1 കിലോ ഉരുളൻകിഴങ്ങ് എടുത്തത് അതിൽ നിന്ന് 2 എണ്ണം ഉച്ചയ്ക്ക് ഇവർക്ക് മുട്ടക്കറിക്ക് എടുത്തു, 2 എണ്ണം അല്ലാതെ. ബാക്കി ഇതൊരു 3/4 കിലോയെ കാണത്തുള്ളൂ. അപ്പം 3/4 കിലോ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത്. ഇനി അത് വേവണ്ട, നന്നായിട്ട് പുഴുങ്ങിയതാണ്. അത് നമുക്കത് കൈ കൊണ്ട് ഞെവിടുവാണെങ്കിൽ അങ്ങ് പൊടിയും. അപ്പം ഞാൻ ഒരെണ്ണം അങ്ങനെ പൊടിച്ചിട്ടേ, അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ 1.5 തേങ്ങ, 1 തേങ്ങയും അരമുറി നല്ല പീരയുള്ള തേങ്ങയായിരുന്നു. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കശകശ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 ഏലക്കയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ചതിൽ നിന്ന് ഒരു തവിയെടുത്ത് ഞാൻ ആ മുട്ടക്കറിക്കുള്ളതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. 2 പേർക്ക് മതി മുട്ടക്കറി, അതുകൊണ്ട് ഞാൻ ഒത്തിരി എടുത്തില്ല. അപ്പം നല്ല ഇപ്പോൾ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയല്ലോ നമ്മൾ ആ തേങ്ങയും കൂടെ ചേർത്തത് കൊണ്ട്. പിന്നെ മുട്ട ഞാനൊരു 4 മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കൻ്റെ അകത്തെ ഞാൻ വീണ്ടും ഒരു 1.5 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയുണ്ടേ ഞാൻ 1 ടീസ്പൂൺ കൂടെ ഗരം മസാലയും കൂടെ ചേർത്തായിരുന്നേ. അതൊന്നും എനിക്ക് വീഡിയോ അതിനോട് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ടോട്ടൽ 4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഈ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവിനല്ല ഞാൻ ചേർത്തത് കുരുമുളക് പൊടി, ഒരു ഇച്ചിരി ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഞാൻ പെരിഞ്ചീരകം ഇട്ടാണ് പൊട്ടിച്ചത്, എന്നിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയത്. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ചീരകം അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു മണവും ആ ഏലക്കയുടെയൊക്കെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം ഇനി നന്നായി മിക്സ് ചെയ്തിട്ട്, ഇതിപ്പോൾ തണുത്തുടനെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, തണുത്തുടനെ കുറേയും കൂടെ അങ്ങ് കുറുകിയായിരുന്നു. മുട്ടക്കറിയും കുറുകിയായിരുന്നു, ഇതും കുറുകിയായിരുന്നു. ഇപ്പം ചൂടോടുള്ള ഇതല്ല ഇത്. ഞാൻ ഒരു 5 മണിയായപ്പോൾ റേച്ചാൻ വന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാനൊന്ന് ബ്രേക്ക് എടുത്ത് ഞാനൊന്ന് നടുവൊന്ന് നോക്കാൻ പോയി. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ലല്ലേ. അപ്പോൾ എനിക്കൊരു കാപ്പി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഗ്യാസും അങ്ങോട്ട് കാലിയാവുന്നില്ല. വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാമായിരുന്നു. പിന്നെ ഞാനും കയറിപ്പോയി. പിന്നെ റേച്ചാൻ വന്നിട്ട് ഒരു കാപ്പി ഉണ്ടാക്കി എനിക്കും എല്ലാവരും കൂടെ, പിള്ളേർക്കൊന്നും വേണ്ടായിരുന്നു, തന്നു. എന്നിട്ടാണ് ഞാൻ പിന്നെ അതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചപ്പോഴത്തേന് ഇത്തിരി ഉഷാറായി. പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിൽ കയറി. അപ്പോഴത്തേക്കിന് ഇവരിവിടെ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി പായൊക്കെ ഇട്ട് ഹോളെല്ലാം റെഡിയായി. നേരത്തെ ഇട്ടാൽ പിന്നെ കുഴപ്പമില്ലല്ലേ. ആദ്യം ഇട്ട് നോക്കിയത് എങ്ങനെ കിട്ടണമെന്ന്. ഞാൻ പറഞ്ഞു ഇനി അതങ്ങ് എടുക്കണ്ട, അതുപോലെ അവിടെ കിടന്നോട്ടെന്ന്. പിന്നെ ഇനി എനിക്കിതിന് കടുകൂടെ വറുത്ത് ചേർക്കണമായിരുന്നു. അപ്പം ഞാൻ ഓയിലൊഴിച്ച് മുട്ടയ്ക്കും ഇതിനൂടുള്ള കടുകിട്ട്, പിന്നെ കറിവേപ്പിലയും സവാളയും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർക്കുന്നുണ്ട്. പ്രൈസും ചോദിച്ചു, എന്തിനാണ് മമ്മി ക്യാഷിനിട്ട് ഇതിൻ്റെ അകത്ത് കിസ്മസ് ഇട്ടത്? ഞാൻ ഇടയ്ക്കത് കടിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ.
അത് ആരെയും കുറ്റം പറയണ്ട. ഈ പീസായിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതാ എനിക്കിതിന് ഇടാൻ ഇഷ്ടം. അല്ലാതെ വലുതിടുന്നതിനേക്കായി ഇങ്ങനെ ഇടുന്ന അതാ നല്ലത്. അപ്പോൾ അതുകൂടെ വറുത്തിടുമ്പോഴത്തേക്കിന് നമ്മുടെ കറി റെഡി. മുന്തിരിങ്ങ ഒന്ന് വീർത്ത് വരുമ്പോൾ ഓഫാക്കാം. മുന്തിരിങ്ങയൊക്കെ നന്നായി വീർത്ത് വന്നേ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇത്ര എടുത്ത് മുട്ടക്കറിക്കകത്തോട്ട് ചേർക്കുന്നുണ്ട്. ബാക്കി ചിക്കനിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.